നമസ്കാരം. വ്രതങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുവാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ പ്രധാന ഏകാദശിയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്തവാവ് കഴിഞ്ഞ് 11-ാം ദിവസമുള്ള ഗുരുവായൂർ ഏകാദശി. പൊതുവെ മോക്ഷദ ഏകാദശി എന്നറിയപ്പെടുന്ന ഈ ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനം കൂടിയാകുന്നു. പൂർണമായ മനസമർപ്പണത്തോടെ നിറഞ്ഞ നിർമ്മല ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതെയാകും. ഭഗവാൻ മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനം കൂടിയാണ് ഇത് എന്നാണ് വിശ്വാസം. അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും സുഹൃതമാകുന്നു. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണുപ്രീതിയും അതിലൂടെ സർവ്വ ഐശ്വര്യവും മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടെയും തികഞ്ഞ ഭക്തിയോടെയും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ചതിന് തുല്യമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം. ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്കും ദോഷകാഠിന്യം കുറയ്ക്കുവാൻ ഈ വ്രതാനുഷ്ഠാനം ഏറ്റവും ഉത്തമം കൂടിയാകുന്നു. നിസ്വാർത്ഥമായ ഭക്തിയാണ് ഏറ്റവും പ്രധാനം. എണ്ണ തേച്ചുള്ള കുളി, പകലുറക്കം ഇവ പാടുള്ളതല്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും. വിഷ്ണു ഗായത്രി മന്ത്രം ഇപ്രകാരമാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്നാകുന്നു. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ 9 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. സാധിക്കുന്നവർ 108 തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. പകൽ സമയങ്ങളിൽ മാത്രമേ ഈ മന്ത്രജപം പാടൂ, രാത്രി പാടുള്ളതല്ല. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇട നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ നിങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. കഴുകി വൃത്തിയാക്കിയ വെള്ള വസ്ത്രം ധരിക്കുന്നതും കൂടാതെ ഇന്നേ ദിവസം തുളസിത്തറയ്ക്ക് 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതും തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ ഇന്നേ ദിവസം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിക്കുക തന്നെ ചെയ്യും. തുളസിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായ ഈ സസ്യം ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. വ്രത ദിവസങ്ങളിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും 3 തവണ പ്രദക്ഷിണം വയ്ക്കുക. ശേഷം മഞ്ചിരാതിലോ അല്ലെങ്കിൽ വിളക്കോ തുളസി ചുവട്ടിൽ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. അഥവാ ദീപം തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. തുളസിക്ക് ചുറ്റും 3 തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി നിങ്ങൾ നാളെ ജപിക്കുക. ഏറ്റവും വിശേഷമാകുന്നു. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസീത്വം നമാമ്യഹം എന്നാകുന്നു. പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസീത്വം നമാമ്യഹം എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ നാളെ ജപിക്കേണ്ടതായ മന്ത്രമാകുന്നു. തുളസിത്തറയ്ക്ക് വിളക്ക് വച്ചതിന് ശേഷം ഈ മന്ത്രജപം നടത്തുന്നതും തുളസിയെ വലം വച്ചുകൊണ്ട് ജപിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. കൂടാതെ നാളെ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുമ്പോൾ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു. വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം. നീല ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ്. മഞ്ഞ പുഷ്പം നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്
ഭഗവത് പ്രീതി ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ മുല്ല, മന്ദാരം എന്നിവ നിങ്ങൾ സമർപ്പിക്കുന്നതും പ്രത്യേകിച്ചും മാല കെട്ടി ഭഗവാന് ചാർത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാളെ വീടുകളിൽ കൊണ്ടുവരേണ്ടതായ ചില വസ്തുക്കളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ വസ്തു നെയ്യാണ്. അല്പം നെയ്യെങ്കിലും നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ആരോഗ്യം, ഭാഗ്യം എന്നിവ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരം തന്നെയാകുന്നു. കൂടാതെ തേൻ നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് സമ്പത്ത്, ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. മയിൽപീലി വീടുകളിൽ കൊണ്ടുവരുന്നതും ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹം അഥവാ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാകുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ പുറകിലായി മയിൽപീലി വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഓടക്കുഴൽ വീടുകളിൽ കൊണ്ടുവരുന്നതും അതീവ ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ മഞ്ഞപ്പട്ട് നാളെ കൊണ്ടുവരുന്നതും കവടി വീടുകളിൽ കൊണ്ടുവരുന്നതും ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് സഹായകരമാണ്. മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ടുവരികയാണ് എങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ച, സന്താനങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. അതിനാൽ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരു വീടുകളിൽ കൊണ്ടുവരാവുന്നതാണ്. നാളെ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഇവർ എടുക്കാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും പാൽപായസ വഴിപാടും നടത്തേണ്ടതായിട്ടുണ്ട്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി, കാർത്തിക, രോഹിണി, മകീരം, മകം, പൂരം, ഉത്തരം നക്ഷത്രക്കാരാകുന്നു. അഥവാ ഇടവം, ചിങ്ങം, മീനം രാശിയിലുള്ള നക്ഷത്രക്കാർ. തീർച്ചയായും ഇവർ പ്രത്യേകിച്ചും നാളെ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ആര് തന്നെ അനുഷ്ഠിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ചില വ്യക്തികൾ നാളെ വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭകരമല്ല. അതിൽ ആദ്യത്തേതായ വ്യക്തികൾ പുലയുള്ളവരാകുന്നു. പുലയുള്ളവർ നാളെ വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷകരമായി ഭവിക്കും. മാസമുറയുള്ളവരും വാലായ്മ ഉള്ളവരും നാളെ എടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവർ അടുത്ത വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഥവാ പുലയുള്ളവർ ശുദ്ധിയായതിനു ശേഷം ഇവർ അടുത്ത വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപായസം അതോടൊപ്പം ഭാഗ്യസൂക്തം കൂടി നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏവരും വ്രതം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നടത്താവുന്നതാണ്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.